ഡിസംബർ 23 വിശുദ്ധ ജോൺ കാൻഷ്യൂസിന്റെ തിരുനാളിൽ ആഗോളസഭ. സൈലേഷ്യയിൽ കെൻട്രി എന്ന പ്രദേശത്താണ് ജോൺ ജനിച്ചത്. ക്രാക്കോ നഗരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സർവകലാശാല വിദ്യാഭ്യാസം. അനന്തരം അദ്ദേഹം ഒരു വൈദികനും വിശുദ്ധ ഗ്രന്ഥ അധ്യാപകനുമായി. ഒരിക്കൽ അദ്ദേഹത്തെ വിരോധികൾ കോളേജിൽ നിന്ന് പുറത്താക്കി. ഫാദർ ജോൺ ഓൾക്കൂസിലെ വികാരിയായി ചുമതലയേറ്റു. വിനീതനായ വികാരിയച്ചൻ തന്റെ ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ ചെയ്ത പരിശ്രമങ്ങളൊന്നും കുറെ കാലത്തേക്ക് ഫലിച്ചില്ല. അവസാനം ഇടവകക്കാരുടെ ഹൃദയം അദ്ദേഹം കവർന്നെടുത്തു. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു വീണ്ടും ക്രാക്കോയിലേക്ക് അദ്ദേഹം മടങ്ങി. മരണം വരെ അവിടെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിച്ചു. ഫാദർ ജോൺ വിനീതനും കൃപാലുവുമായിരുന്നതിനാൽ ക്രാക്കോയിലെ ദരിദ്ര ജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ പരിചയമായിരുന്നു. അദ്ദേഹത്തിന്റെ വസ്തുക്കളും പണവുമെല്ലാം സാധുക്കൾക്കുള്ളതായിരുന്നു. പലപ്പോഴും ആ സ്വാതന്ത്ര്യം അവർ ദുരുപയോഗം ചെയ്തിരുന്നു. അത്യാവശ്യത്തിനുള്ള പണം മാത്രമേ അദ്ദേഹം സൂക്ഷിച്ചിരുന്നുള്ളൂ. മാംസം ഭക്ഷിച്ചിരുന്നില്ല. തറയിൽ കിടന്നാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. തുർക്കികളുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം വരിക്കാമെന്ന് കരുതി അദ്ദേഹം ജെറൂസലേമിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി. ഭാണ്ഡം പുറത്തു വഹിച്ചുകൊണ്ട് 4 പ്രാവശ്യം റോമിലേക്ക് അദ്ദേഹം തീർത്ഥാടനം ചെയ്തു. പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ ആരോഗ്യം പരിഗണിക്കേണ്ടതില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ മരുഭൂമിയിൽ തപസ് ചെയ്ത പിതാക്കന്മാരുടെ ദീർഘായുസ്സിനെ പറ്റി അദ്ദേഹം അവരെ പഠിപ്പിക്കുമായിരുന്നു. പഴയ ലത്തീൻ കനോന നമസ്കാരത്തിൽ ഒരു കഥ ഇപ്രകാരമുണ്ട്. ഒരിക്കൽ കവർച്ചക്കാർ അദ്ദേഹത്തിന്റെ പണം കൊള്ള ചെയ്തു. അവസാനം അവർ ചോദിച്ചു, ഇനിയും പണം വല്ലയിടത്തും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന്. ഇല്ലെന്ന് അദ്ദേഹം മറുപടി നൽകി. കവർച്ചക്കാർ പോയി കഴിഞ്ഞപ്പോൾ കുറെ നാണയങ്ങൾ മേലെങ്കിൽ തയ്ച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം ഓർത്തു. ഉടനെ കവർച്ചക്കാരെ വിളിച്ച് ആ പണവും കൂടി എടുത്തു കൊടുത്തു. ആശ്ചര്യഭരിതരായ കവർച്ചക്കാർ എടുത്ത പണം അദ്ദേഹത്തിന് തന്നെ തിരികെ നൽകി അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തിയതായാണ് ചരിത്രം. വിശുദ്ധ ജോൺ കാൻഷ്യൂസ്, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.